നമസ്കാരം, എൻ്റെ പേര് നിജോ. ഞാൻ പ്രശാന്തി ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇൻസുലിൻ ഉപയോഗത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് സാധാരണ നിന്നും കൂടുന്ന ഒരവസ്ഥയാണ് പ്രമേഹം. പ്രമേഹ രോഗികളിൽ 25% പേർക്കും ഇൻസുലിൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഇൻസുലിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻസുലിൻ ശരിയായ രീതിയിൽ കുത്തിവെക്കുന്നത് പ്രമേഹ രോഗ നിയന്ത്രണത്തിന്റെ പ്രധാന ഒരു ഘടകമാണ്. ഇൻസുലിൻ ഉപയോഗിക്കുന്ന സമയം, മരുന്ന് സൂക്ഷിക്കേണ്ട സ്ഥലം ഇവ അത്യാവശ്യമായി ശ്രദ്ധിച്ചിരിക്കണം. ഇൻസുലിൻ കുത്തിവെക്കുന്ന രീതി. കുപ്പിമരുന്ന് തെളിമയില്ലാത്ത കലങ്ങിയ ഇൻസുലിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2-3 പ്രാവശ്യം കൈവെള്ളയിൽ കുപ്പി ഉരുട്ടുക. കുപ്പി കുലുക്കരുത്. ഡോക്ടർ നിർദ്ദേശിച്ച ഇൻസുലിൻ അളന്നെടുക്കുക. കുത്തിവെക്കേണ്ടുന്ന ഭാഗത്ത് ചർമ്മം ഉയർത്തിപ്പിടിച്ച് സൂചി നേരെ 90 ഡിഗ്രി ആംഗിളിൽ ത്വക്കിനടിയിലേക്ക് കുത്തിവെക്കുക. കുത്തിവെച്ച ഭാഗം തിരുമേണ്ട ആവശ്യമില്ല. ഇൻസുലിൻ കുത്തിവെക്കുന്ന സ്ഥലം ഇവിടെ സ്ഥിരമായി ഒരേ സ്ഥലത്ത് തന്നെ കുത്തിവെക്കുന്നത് ത്വക്കിനടിയിലുള്ള കോശങ്ങൾക്ക് ക്ഷതമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കുത്തിവെക്കേണ്ട സ്ഥലം കൂടെ മാറ്റണം. തുടയുടെ പുറംഭാഗം, പുക്കിളിന്റെ സൈഡിൽ, കൈയുടെ മുകൾ ഭാഗത്ത് എന്നിവിടങ്ങളിലാണ് ഇൻസുലിൻ കുത്തിവെക്കേണ്ടത്. രോഗി സ്വയം ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ തുടയിലോ പുക്കിളിന്റെ ഭാഗത്തോ കുത്തിവെക്കാം. ഇൻസുലിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരേ സ്ഥലത്ത് തന്നെ കുത്തിവെക്കാതിരിക്കുക. ഒരേ സ്ഥലത്ത് സ്ഥിരമായി കുത്തിവെക്കുമ്പോൾ ചർമ്മത്തിൽ തടിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ ഇൻസുലിൻ ശരിയായ രീതിയിൽ ശരീരത്തിൽ ആഗിരണം ചെയ്യുന്നത് കുറയും. ഇൻസുലിൻ സൂക്ഷിക്കുന്നത് റെഫ്രിജറേറ്ററിലാണെങ്കിൽ കുത്തിവെക്കുന്നതിന് 15-20 മിനിറ്റ് മുൻപ് പുറത്തെടുത്ത് വെക്കുക.